നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. ലഹരി വിൽപ്പന നടത്തിവന്ന വൻ ക്രിമിനൽ സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ നിയമസഭയിൽ വിഷയം ഉയർത്തി ഗീതാ ഗോപി MLA. പെരിങ്ങോട്ടുകര ശിപായി മുക്കിൽ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. വാർത്തകൾ വിശദമായി നോക്കാം. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തിവന്ന വൻ ക്രിമിനൽ സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. കവർച്ച, വധശ്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ കൂരിക്കുഴി സ്വദേശി തിണ്ടിയേക്കൽ വീട്ടിൽ ഹസീബ്, കൂട്ടാളികളായ നാട്ടിക സ്വദേശി എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു, താന്യം പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാത്രി കൂരിക്കുഴിയിലുള്ള ഹസീബിന്റെ വീട്ടിൽ വെച്ചാണ് പ്രതികളെ പോലീസ് സംഘം വലയിലാക്കിയത്. ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വെച്ച് വിൽപ്പന നടത്തുന്നതായും ലഹരി ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നദീമുദ്ദീൻ IPSന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തത്. പോലീസ് പരിശോധന നടത്തുന്ന സമയത്ത് 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതായും പോലീസ് കണ്ടെത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI അജാസുദ്ദീൻ, SI മണികണ്ഠൻ, GSIമാരായ ജോബി പോൾ, രാജേഷ്, നിഷി, സുനിൽകുമാർ, CPO പ്രജിത്ത്, ദിനേശ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പെരിങ്ങോട്ടുകര ശിപായി മുക്കിൽ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തിയതായി പരാതി. പണിക്കശ്ശേരി കണ്ണന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അർദ്ധരാത്രി 3 തവണയായി ഉണ്ടായ ആക്രമണത്തിൽ സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ് തകർന്നിട്ടുണ്ട്. ജനലിനും പ്രധാന വാതിലിനും നേരെയും കല്ലേറുണ്ടായതായും പറയുന്നു. വീടിന്റെ മുൻഭാഗത്ത് CCTV ഉള്ളതിനാൽ പുറകിലൂടെ എത്തിയാണ് ആക്രമിച്ചതെന്ന് കണ്ണൻ പറഞ്ഞു. പുറത്ത് ശബ്ദം കേട്ടതോടെ അന്തിക്കാട് പോലീസിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്തുന്നതിന് മുൻപേ അക്രമികൾ സ്ഥലം വിട്ടതായും പോലീസ് പോയതിനു ശേഷം വീണ്ടും ആക്രമണമുണ്ടായതായും പറയുന്നുണ്ട്. അന്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ PM സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ മെമ്പർ ആൻഡ് കെയർ പദ്ധതി പ്രകാരം വാർഡിലെ വയോജനങ്ങൾക്ക് കൈത്താങ്ങായി ഊന്നുവടികൾ വിതരണം ചെയ്തു. മെമ്പർ ആൻഡ് കെയർ പദ്ധതി വയോജനങ്ങൾക്ക് വോക്സ്റ്റിക്കുകൾ വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ PM സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ മെമ്പർ ആൻഡ് കെയർ പദ്ധതി പ്രകാരം വാർഡിലെ വയോജനങ്ങൾക്ക് കൈത്താങ്ങായി വോക്സ്റ്റിക്കുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ ഗീതാഞ്ജലി തിലകൻ, പുഷ്പാംഗധൻ ഞായക്കാട്ട്, വിശ്വനാഥൻ കൊടപ്പുള്ളി, സരള കുറുപ്പൻ, കല്യാണി ചക്കാണ്ടൻ, സുമതി തന്തിയേക്കൽ, ജാസ്മിൻ, അപ്പുണി പേരോത്ത്, ശാന്ത തണ്ടേക്കൽ എന്നിവർ പങ്കെടുത്തു. നമ്മളും ഈ രംഗത്തേക്കൊക്കെ വരും. അപ്പോൾ അവർ നടക്കുമ്പോൾ ഒരു കൈത്താങ്, അതാണ് ഉദ്ദേശിച്ചത്. നടന്നു പോകുമ്പോൾ ഒരു കൈത്താങ് അത് നൽകാനാണ് പ്രിയപ്പെട്ട സിദ്ദിഖ് തീരുമാനിച്ചത്. ഇത് സർക്കാർ പദ്ധതിയൊന്നുമല്ല. ഒരു മെമ്പർ എന്ന നിലയിൽ തന്നെ ജയിപ്പിച്ച തൻ്റെ വാർഡിലെ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ വെക്കേഷനിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. 40-40 കുട്ടികൾക്ക് ആ വെക്കേഷൻ സമയത്ത് ഭാവിയിലെ കായിക താരമായി വളരാനുള്ള അതും സിദ്ദിഖ് മുൻകൈയെടുത്ത് ഫുട്ബോളും നല്ലൊരു മാസ്റ്ററേയും കൊണ്ടുവന്ന് ട്രെയിനിങ് നൽകി. ഇപ്പോൾ ഏറ്റവും വാർഡിലെ ഏറ്റവും മുതിർന്നവരായ ആളുകൾക്ക് ഒരു ചെറിയ കൈത്താങ് എല്ലാ മേഖലയിലും തൻ്റെ വാർഡിൽ നാളെ ഈ വാർഡിൽ തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം ഇത് വാർഡ് റൊട്ടേഷനാണ്. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനും യോഗയും സംഘടിപ്പിച്ചു. വേൾഡ് യോഗാ ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനും യോഗയും സംഘടിപ്പിച്ചു. ട്രെയിനർമാരായ ഷൈൻ PS, സിന്ധു ടീച്ചർ എന്നിവർ ക്ലാസെടുത്തു. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, വൈസ് പ്രിൻസിപ്പാൾ സരിതായൻ, സീനിയർ സെക്ഷൻ ഹെഡ് നിഷ AP എന്നിവർ സംസാരിച്ചു. യോഗ ടീച്ചർ ശ്രീതീർത്ഥ പരിപാടിക്ക് നേതൃത്വം നൽകി. സേവാഭാരതി വലപ്പാട് യൂണിറ്റ് കരയാമുട്ടം സ്കൂളിൽ വെച്ച് യോഗ പരിശീലനം നടത്തി.
അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സേവാഭാരതി വലപ്പാട് യൂണിറ്റ് കരയാമുട്ടം സ്കൂളിൽ യോഗ പരിശീലനം നടത്തി. യോഗ പരിശീലനം യോഗാചാര്യൻ ജോഷി ബ്ലാങ്ങാട്ട് നയിച്ചു. ജില്ലാ ട്രഷറർ നോഫ് ടീച്ചർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ രശ്മി ഷിജോ, യൂണിറ്റ് പ്രസിഡന്റ് സുധീർ ദാസ്, സെക്രട്ടറി ഷിജോ, വാർഡ് മെമ്പർമാരായ ശോഭ ഷൺമുഖൻ, ജിതിൻ റാം, മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കെ.ആർ. കുട്ടൻ രക്തസാക്ഷി വാർഷിക ദിനം ആചരിച്ചു. കെ.ആർ. കുട്ടൻ രക്തസാക്ഷി വാർഷിക ദിനം ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും വൈകിട്ട് തളിക്കുളം ഹെൽത്ത് സെന്റർ പരിസരത്തുനിന്ന് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം. ബാലാജി അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം കെ.ആർ. സീത അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി എം. എ. ഹാരിസ് ബാബു, ലോക്കൽ സെക്രട്ടറി ഇ.പി.കെ. സുഭാഷിതൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി.എസ്. മധുസൂദനൻ, എം.ആർ. ദിനേശൻ, അലോക് മോഹൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.ഐ. സജിത, പി.എസ്. രാജീവ് എന്നിവർ സംസാരിച്ചു. ഇൻക്വിലാബ് സിന്ദാബാദ് വിളിച്ച മണ്ടോടിക്കണ്ണനെ സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ലോക്കപ്പിലിട്ട ഇടിച്ച് പരുവമാക്കി തലപൊട്ടി തലച്ചോറ് പൊട്ടി ഒഴുകിയ ചോറ് കൊണ്ട് ആ മണ്ടോടിക്കണ്ണൻ ഇൻക്വിലാബ് വിളിച്ച് ആ ലോക്കപ്പിന്റെ വെളുത്ത ചുമരിൽ അരിവാചുറ്റിക നക്ഷത്രം എഴുതി വെച്ചുകൊണ്ട് വീരമൃത്യു വരിച്ച മണ്ടോടിക്കണ്ണന്റെ പാർട്ടിയല്ല ഈ പാർട്ടി. CPM രജിസ്റ്റർ ഓഫീസ് ഗോഖലെ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CPIM രജിസ്റ്റർ ഓഫീസ് ഗോഖലെ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ SSLC, +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ മദനമോഹനൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 10ാം വാർഡ് മെമ്പർ പവിത്രൻ അധ്യക്ഷനായി. 9ാം വാർഡ് മുൻ മെമ്പർ C. ശങ്കരനാരായണൻ, നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധർമ്മപാലൻ മാസ്റ്റർ, വി. ശ്രീകുമാർ, TV ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾക്ക് മുമ്പ് ഒരിടവേള. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കി നടയിലെ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
Malappuram Geeta Ravi Public School. The joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ധനമന്ത്രി കൂടിയായ സംസ്ഥാന മുഖ്യമന്ത്രി ബജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സമ്മാനിച്ചത് ചാകര എന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പറഞ്ഞു. ധനമന്ത്രി കൂടിയായ സംസ്ഥാന മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സമ്മാനിച്ചത് ചാകര എന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ പ്രതീക്ഷ തരുന്നതും മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ പലതും പുനഃസ്ഥാപിക്കുന്നതുമാണ് പുതിയ ബഡ്ജറ്റ് എന്ന് അലാവുദ്ദീൻ കൂട്ടിച്ചേർത്തു. തൃപ്രയാർ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണെണ്ണ സബ്സിഡി 25 രൂപ എന്നത് 75 രൂപയാക്കി. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി. മത്സ്യബന്ധന വകുപ്പിന് 233 കോടി രൂപ. തീരദേശവാസികൾക്ക് പട്ടയം. മത്സ്യവിപണനത്തിനായി സ്ത്രീകൾക്ക് സ്കൂട്ടർ. കേരളത്തെ തുറമുഖ നഗരമാക്കും തുടങ്ങിയ ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് VD സതീശൻ അവതരിപ്പിച്ച കന്നി ബഡ്ജറ്റിൽ മത്സ്യമേഖലയ്ക്കായി നൽകിയത്. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV സിജിത്ത് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സുരേന്ദ്രൻ മരക്കാർ, UB മണികണ്ഠൻ, PC ജയപാലൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് NM നകുലൻ, അബു മാലിക്കുളം, മണി ഉല്ലാസ്, PP ഷാജി, KC പ്രകാശൻ, ബൈജു EK, ഷീബ സതീഷ്, KK കുട്ടൻ, AA മുജീബ്, സനില ബൈജു, AA കുട്ടൻ, ഷൌക്കത്ത് PK, ഗണേഷ് പണിക്കൻ, ബാബു പനക്കൽ, ഫൈസൽ NM, KV സുരേഷ് ബാബു, ഷീല ശാന്തൻ, ഷോല മഹേഷ്, സീന ഉണ്ണികൃഷ്ണൻ, ഹസീന താജു, സുന സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം പകരുന്ന ഒരു ഗവൺമെൻറ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് സാന്ത്വനമേകുന്ന ഒരു സർക്കാർ ഇന്ന് കേരളത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് സംരക്ഷണമൊരുക്കുന്ന നയവും നിലപാടുമാണ് ധനകാര്യമന്ത്രി കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ VD സതീശൻ 2 ദിവസം മുമ്പ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ്. അത് നമുക്ക് നോക്കിക്കാണാൻ ശ്രമിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വർഷങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യത്തിന് പുതിയ പ്രതീക്ഷ. ഇതു സംബന്ധിച്ച് ഗീതാഗോപി MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന പരിധി വളരെ വിശാലമാണെന്നും ജനസംഖ്യയും പഞ്ചായത്തുകളുടെ എണ്ണവും ക്രിമിനൽ കേസുകളും വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനിവാര്യമാണെന്നും MLA സഭയിൽ ചൂണ്ടിക്കാട്ടി. 88 സെന്റ് ഭൂമി പെരിങ്ങോട്ടുകരയിലുണ്ട് സാർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള ഭൂമി ഈ പോലീസ് സ്റ്റേഷന് വേണ്ടി മാറ്റിത്തന്ന് അതിന് പുതിയൊരു കെട്ടിടം പണിത് ക്യാബിനറ്റ് തീരുമാനം പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാട്യമണ്ഡലത്തിന് വലിയൊരു അഭിമാനമാണ് സാർ. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു സാർ. അന്വേഷിക്കാൻ പോലീസ് കുറവ്. ഒരു വാഹനം മര്യാദയ്ക്കില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, അന്തിക്കാട് സ്റ്റേഷൻ പോലെ 3 സ്റ്റേഷനാണ്. വലപ്പാട്, അന്തിക്കാട്, ചേർപ്പ്. അങ്ങൊന്ന് പരിശോധിക്കണം. SP വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഈ പോലീസ് സ്റ്റേഷൻ വരെ MLA അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കാം സാർ. ഒരു ക്യാബിനറ്റ് ഡിസിഷൻ പെരിങ്ങോട്ട് ഒരു പോലീസ് സ്റ്റേഷൻ വരണമെന്ന് അങ്ങ് ഈ സബ്മിഷനിലൂടെ ഒരു മറുപടി തന്നാൽ തീർച്ചയായിട്ടും പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണം. ജനകീയ സമിതിയും ജനകീയ ആവശ്യങ്ങൾ അവിടെ ഏറെ കൂടി വന്നിരിക്കുന്നു സാർ. പെരിങ്ങോട്ടുകര ഔട്ട് പോസ്റ്റ് നിലനിൽക്കുന്ന സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് MLA സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മറുപടിയായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ വിശദമായി പരിശോധിക്കുമെന്ന് നിയമസഭയിൽ അറിയിച്ചു. പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻഗണന നിശ്ചയിക്കുന്ന ലിസ്റ്റിൽ ഗീതാഗോപി MLAയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ മുൻഗണനാക്രമം തീരുമാനിക്കാൻ പോവുകയാണ്.
എവിടെല്ലാമാണ് ആദ്യം പോലീസ് സ്റ്റേഷനുകൾ വേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങ് ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ പറഞ്ഞ ഗീതാ ഗോപി പറഞ്ഞത് ശരിയാണ്. പെരിങ്ങോട്ടുകരയിൽ നമ്മൾ അന്ന് ഒരു ഔട്ട് പോസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തതാണ്, നാട്ടുകാർ നിർമ്മിച്ചു തന്നതാണ്, അതിൻ്റെ വാസ്തവമാണ്. ഏതായാലും ഒരു കാര്യം ഞാനിപ്പോൾ അംഗീകരിക്കുന്നു, അന്തിക്കാട് പോലീസ് സ്റ്റേഷനൊരു പുതിയ വാഹനം ഉടൻ തന്നെ നൽകും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് പ്രദേശത്തിന്റെ ഭരണപരവും നിയമസമാധാനപരവുമായ ആവശ്യകതകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ വാഹനക്ഷാമവും ഗീതാഗോപി MLA സഭയിൽ ഉന്നയിച്ചു. അടിയന്തര ആവശ്യങ്ങൾ പരിഗണിച്ച് അന്തിക്കാട് പോലീസിന് പുതിയ ജീപ്പ് ഉടൻ അനുവദിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി സഭയിൽ ഉറപ്പു നൽകി. അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിൽ ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഗീതാഗോപി MLA എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് അടുത്തു തന്നെ വൻ ജനപങ്കാളിത്തത്തോടെ ജനകീയ കൺവെൻഷൻ ജനമൈത്രി സമിതി വിളിച്ചു ചേർക്കുന്നുണ്ട്. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ എന്ന ദീർഘകാല ആവശ്യത്തിന് സർക്കാർ തലത്തിൽ അനുകൂല പ്രതികരണം ലഭിച്ചതോടെ പ്രദേശവാസികൾക്ക് പുതിയ പ്രതീക്ഷയാണ് കൈവന്നിരിക്കുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 8ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 8ാം ഘട്ട കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി ഉദ്ഘാടനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ സുബില പ്രസാദ്, PM സിദ്ദിഖ്, മണികണ്ഠൻ, സനി രാജു, സജിനി ഉഞ്ഞാരംപുരയ്ക്കൽ, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, സിന്ധു സിദ്ധപ്രസാദ് എന്നിവർ പങ്കെടുത്തു. മൃഗാശുപത്രി വെറ്ററിനറി സർജൻ ഡോക്ടർ ചെഞ്ചു മരിയ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ജൂൺ 22 മുതൽ 18 പ്രവൃത്തി ദിവസം നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ മൃഗാശുപത്രിയുടെ മേൽനോട്ടത്തിലുള്ള വാക്സിനേഷൻ സ്ക്വാഡ് നേരിട്ട് ക്ഷീരകർഷകരുടെ വീടുകളിലെത്തി പശു, എരുമ, കിടാവുകൾ എന്നിവയ്ക്ക് കുത്തിവയ്പ് സൗജന്യമായി നൽകുന്നതാണ്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വലപ്പാട് യൂണിറ്റ് സമ്മേളനം നടന്നു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വലപ്പാട് യൂണിറ്റ് സമ്മേളനം നടന്നു. വലപ്പാട് നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KP റപ്പായി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജു വെന്നിക്കൽ, C. പത്മരാജൻ, ജോസ് താടിക്കാരൻ, കൈരളി തിലകൻ, CR ഗണേഷ്, MK വിജയകുമാർ, വേണുഗോപാലൻ KK, സുരേഷ് KR എന്നിവർ സംസാരിച്ചു. യൗവനം മുഴുവനും വീടിനും നാടിനുമായി സമർപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വയോധികർ ഇന്ന് സമൂഹത്തിന്റെ പരിഗണനയും ലാളനയും അർഹിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരവസരമാണ് ഈ വയോജന സംഗമം. ഓരോ സംഗമവും നമ്മെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D റീജിയണൽ 20 പ്രീ അഡ്വൈസറി യോഗം പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്തിൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D റീജിയൻ 20 പ്രീ അഡ്വൈസറി യോഗം പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്തിൽ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബിൽ നടത്തിയ ചടങ്ങിൽ റീജിയൻ ചെയർമാൻ പീതാംബരൻ രാരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, സോൺ ചെയർമാൻമാരായ ഹരിലാൽ അപ്പുകുട്ടൻ, രാജൻ ജോസ്, GLT കോഓർഡിനേറ്റർ പ്രശാന്ത് മേനോൻ, GST കോഓർഡിനേറ്റർ സുരേഷ് കരുൺ, ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, മുൻ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി CS ദേവരാജ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, നാട്ടിക, വെങ്കിടങ്ങ്, കാഞ്ഞാണി സെൻട്രൽ, തളിക്കുളം, പെരിങ്ങോട്ടുകര എന്നീ ക്ലബ്ബുകളിലെ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആദ്യമായിട്ട് സൂചിപ്പിച്ചത് ഹങ്കർ പ്രോജക്റ്റിനെ പറ്റിയാണ്. കമ്മ്യൂണിറ്റി ഹങ്കർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റിയിൽ വിഷമം പറയുന്ന ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചു. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഭക്ഷണം കഴിക്കുകയാണ് 100% പോവർട്ടി നമ്മൾ അഡ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇല്ലാതാക്കിയെന്ന് പറയുമ്പോഴും നമ്മുടെ ഇടയിൽ നമുക്ക് കലാകായിക, സാംസ്കാരിക, കാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായ ഏങ്ങണ്ടിയൂർ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ കാർഡിയാക് മെഡിക്കൽ ക്യാമ്പും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു.
ഏങ്ങണ്ടിയൂർ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ കാർഡിയാക് മെഡിക്കൽ ക്യാമ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ ഹരികൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി. PS റിൻഷാദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ത്രിദീപ് സാഗർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീറ ഷബീർ, ഗ്രാമപഞ്ചായത്ത് അംഗം RI സൈഫുള്ള, കണ്ണൻ നെടിയടത്ത്, ഋതു രമേശ് എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി നോക്കാം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകളിലേക്ക്. നാട്ടിക മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ FIFA ലോകകപ്പ് ആഘോഷങ്ങളുടെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. നാട്ടിക മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ FIFA ലോകകപ്പ് ആഘോഷങ്ങളുടെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ലോകകപ്പ് ആവേശത്തിനൊപ്പം അന്താരാഷ്ട്ര യോഗ ദിനാചരണവും ലോക സംഗീത ദിനവും ഒത്തുചേർന്ന ത്രിവേണി സംഗമം സ്കൂൾ പ്രിൻസിപ്പൽ മിന്റു P. മാത്യു ഉദ്ഘാടനം ചെയ്തു.
വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക ഉന്മേഷം ലക്ഷ്യമിട്ട് നടത്തിയ കൂട്ടയോഗ പ്രകടനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കീബോർഡ് വായനയും വെസ്റ്റേൺ വോക്കൽസ് ഗാനാലാപനവും ഫ്ളാഷ് മോബും നടന്നു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി അർജന്റീന, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് വിദ്യാർത്ഥികൾ മൈതാനത്തിറങ്ങിയ സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗൽ ജേതാക്കളായി. വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള മത്സരത്തിൽ അധ്യാപകരുടെ ടീം വിജയം നേടി. പ്രൈമറി വിഭാഗത്തിലെ ചെറിയ കുട്ടികൾക്കായി പെനാൽറ്റി കിക്ക് മത്സരങ്ങളും ഫുട്ബോൾ ഉൾപ്പെടുത്തിയുള്ള വിവിധ വിനോദ കളികളും ഒരുക്കിയിരുന്നു. സ്കൂൾ ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. Just feeling so happy to see you all like this, and you can see the teachers are also in that spirit. Yes. So let's celebrate the fever of football or the World Cup, an International Yoga Day and World Music Day. All these celebrations come together. Yes, and I also feel so happy to see you all like this, and with the team spirit. We are representing ചൂലൂർ AILP സ്കൂളിൽ ലഹരിക്കെതിരെ 1 മില്യൺ തൂഫാൻ ഗോൾ വേൾഡ് കപ്പ് പരിപാടി നടന്നു. വാർഡ് മെമ്പർ അജയ് ഘോഷ് പെനാൽറ്റി ഗോളടിച്ച് ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിലെ മുഹമ്മദ് റാസിഖിന്റെ മാതാവും സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കോർഡിനേറ്റർ അഫ്സലും കുട്ടികൾക്ക് ഫുട്ബോൾ സമ്മാനമായി നൽകി. സലീം പോക്കാക്കിലത്ത്, ഷാഫി പുളിഞ്ചോട്, അധ്യാപകരായി നീതു, നൂർജഹാൻ, ലിൻസി, ഉമൈമ, സ്നേഹ, സുബിത, നൌഫിദ എന്നിവർ നേതൃത്വം നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബയോഡൈവേഴ്സിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് സാങ്കേതിക വിദഗ്ധൻ ഡോക്ടർ കെ എച്ച് അമിതാഭ് ബച്ചൻ, അശോകൻ എന്നിവർ ക്ലാസ് നയിച്ചു. BMC ബ്ലോക്ക് കൺവീനർ MS മോഹനൻ, ജില്ലാ കോർഡിനേറ്റർ ഫിബിൻ ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. അതായത് നമ്മൾ ഡയറക്റ്റ് ആശ്രയിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരു ജീവി, ഇപ്പൊ കോഴിയാവട്ടെ, അല്ലെങ്കിൽ മാങ്ങയാവട്ടെ, നെല്ലാവട്ടെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്ന കുറച്ച് ഭക്ഷ്യ സാധനങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ ആളുകളോ നമ്മൾ മതി, അല്ലെങ്കിൽ ഞാനും എൻ്റെ രാജ്യവും മതി ഈ ലോകത്ത് എന്നൊക്കെയായിരുന്നു മനുഷ്യന്റെ അറിവുകളും മനുഷ്യന്റെ ശാസ്ത്രമൊക്കെ മനുഷ്യനോട് തോന്നുകയും. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് പെരിങ്ങോട്ടുകര വടക്കുമുറി കുറ്റിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി. പെരിങ്ങോട്ടുകര വടക്കുമുറി ശ്രീ കുറ്റിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ നട തുറക്കൽ, മഹാഗണപതി ഹോമം, കലശാഭിഷേകം, തുടർന്ന് നവകം, പഞ്ചഗവ്യം, ബ്രഹ്മകലശം, പരികലശം, തുടർന്ന് വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ശേഷം പ്രസാദഊട്ടുണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധന, ഭഗവതി സേവ, പൂമൂടൽ, ചുറ്റുവിളക്ക്, മുത്തപ്പനും വിഷ്ണുമായയ്ക്കും വീത് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ ശാന്തി, ക്ഷേത്രം മേൽശാന്തി സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KB സോമലാൽ, KA വേണു, വൈസ് പ്രസിഡന്റ് KB സുരേഷ്, ജോയിന്റ് സെക്രട്ടറി KA ശശിധരൻ, ഖജാൻജി KA അൻസ്, രക്ഷാധികാരികളായ KA രാമചന്ദ്രൻ, KB അശോകൻ എന്നിവർ നേതൃത്വം നൽകി.
മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. മണലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ ഷിജി, യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ നിവേദിത എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് യോഗാ പരിശീലനം നൽകി. പ്രധാനാധ്യാപിക EL ജോസി യോഗദിന സന്ദേശം നൽകി. ഇൻഹേൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം. നമുക്ക് ത്രികോണാസനം നോക്കാം. ലഹരിക്കെതിരെ വേൾഡ് കപ്പ് എന്ന സന്ദേശം ഉയർത്തിക്കാട്ടി SN വിദ്യാഭവൻ കോപ്പ ഡെൽ മുണ്ടോ എന്ന് പേരിട്ട ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ വേൾഡ് കപ്പ് ടൂർണമെന്റ് നടത്തി. വേൾഡ് കപ്പ് ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഫ്ലാഷ് മോബ്, വേൾഡ് കപ്പ് ക്വിസ്, വേൾഡ് കപ്പ് പ്രവചന മത്സരം എന്നിങ്ങനെ വിവിധ പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ അരങ്ങേറുന്നത്. സ്കൂൾ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടത്തിയത്. വേൾഡ് കപ്പ് ഫുട്ബോൾ മേളയുടെ ആദ്യ കിക്ക് ഓഫ് SNE&C ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഡാനിഷ് KM നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, അഡ്മിനിസ്ട്രേറ്റർ PB സുദീപ് കുമാർ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, ട്രഷറർ വിജയരാഘവൻ TS, വൈസ് പ്രിൻസിപ്പൽ ജിജി K, ഹൈസ്കൂൾ വിഭാഗം HM സുലജ NK, UP വിഭാഗം HM സന്ധ്യ പ്രചോദ്, LP വിഭാഗം പ്രധാന അധ്യാപകരായ മിനി LP, ഹേമ ദിനേഷ് എന്നിവർ സംസാരിച്ചു. ഫിഫ വേൾഡ് കപ്പ് പോസ്റ്റർ പ്രദർശന ഉദ്ഘാടനം ട്രസ്റ്റ് അംഗങ്ങൾ ചേർന്ന് നിർവഹിച്ചു. ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികളാണ് SN വിദ്യാഭവൻ നിരന്തരം നടത്തിക്കൊണ്ടുവരുന്നത്. തൃശൂർ എക്സൈസ് ഡിവിഷനിലെ വിമുക്തി റിസോഴ്സ് പേഴ്സണും സിവിൽ എക്സൈസ് ഓഫീസറുമായ ജദീർ PM നേതൃത്വത്തിൽ പ്രതിമാസം ലഹരി വിരുദ്ധ ക്ലാസും നടത്തിവരുന്നുണ്ട്. തീരദേശത്തെ ലയൺസ് ക്ലബ്ബുകൾ സംഗീത ദിനം ആഘോഷിച്ചു. തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ലയൺസ് ക്ലബ്ബ് മെമ്പർമാർ ഒരുക്കിയ സംഗീത വിരുന്ന് നാട്ടിക റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. 25 ഗായകർ 40ഓളം ഗാനങ്ങളാണ് ആലപിച്ചത്. കാർത്തികേയൻ ഏങ്ങണ്ടിയൂർ, രമേശ് വൈപ്പിൻ, പ്രസാദ് വലപ്പാട് എന്നിവരുടെ ഗസൽ ആലാപനം ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ RIM സക്കറിയ, വലപ്പാട് ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ PK സുദർശൻ, ട്രഷറർ നന്ദകുമാർ, VC പ്രസന്നൻ, വ്യാസബാബു, ഭരതൻ, വിൽസൺ, പ്രസന്നൻ തറയിൽ, AS ജോസഫ്, ആൻഡ്രോസ് ജോൺ, ഷാജി ചാലിശ്ശേരി, ഹരിദാസ്, ലേഖ രവി, പവിത്രൻ ഇയാനി എന്നിവർ നേതൃത്വം നൽകി.
സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പങ്ങൾ ഞാൻ വിരിക്കാം. വായന വാരാഘോഷത്തിന്റെ ഭാഗമായി മണലൂർ സെന്റ് തെരേസ സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുസ്തകത്തണൽ എന്ന കയ്യെഴുത്ത് മാസിക എഴുത്തുകാരിയും കഥാകൃത്തും അഭിനേത്രിയുമായ സിജി രാജൻ പ്രകാശനം ചെയ്തു. ഒഴിവു സമയങ്ങളിൽ കുട്ടികൾക്ക് വായിക്കുന്നതിനായി ഒരുക്കിയ ഓപ്പൺ ലൈബ്രറിയുടെ ഉദ്ഘാടനം ലോക്കൽ മാനേജർ സിസ്റ്റർ ഹൃദ്യ നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ സാനി തെരേസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജിയോ തെക്കിനിയത്ത് ദീപിക ഭാഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആന്റണി തോപ്പിൽ, റിട്ടയർഡ് അധ്യാപിക LC തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവിതാലാപനം, വിവിധ കൃതികളുടെ രംഗാവിഷ്കാരം എന്നിവയുമുണ്ടായിരുന്നു. ആ എന്ന അക്ഷരം ചേർത്ത് പിടിച്ച് അച്ഛനെ സ്നേഹിക്കണം. ആ എന്ന വാക്ക് ആദ്യമായി എഴുതിച്ച ഗുരുനാഥനെ ദൈവമായി കാണണം. അക്ഷരങ്ങളൊക്കെയും ചേർത്ത് വായിച്ച്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ലഹരി വിൽപ്പന നടത്തിവന്ന വൻ ക്രിമിനൽ സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ നിയമസഭയിൽ വിഷയം ഉയർത്തി ഗീതാ ഗോപി MLA. പെരിങ്ങോട്ടുകര ശിപ്പായി മുക്കിൽ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.